മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായതോടെ ചില സൈബർ ഫാൻസ് അടിമകൾക്കൊഴികെ പൊതുജനങ്ങൾക്ക് പൊതുവെ ഈ കേസിൽ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കും ഏറെക്കുറെ വിരാമമായി. ഇനി വ്യക്തത വരാനുള്ളത് ആകെ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലെ FIRലെ പരാമർശമാണ്. യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പിരിവ് പോലും മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താനുള്ള അവസരമാക്കി എന്നുള്ളതാണ്. പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ ഇക്കാര്യത്തിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഫണ്ട് കളക്ഷന്റെ ഭാഗമായി നടത്തിയ ലക്കി ഡ്രോയിൽ തന്നെ വിന്നറാക്കിയത് മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നും ഇത് ഫെനിയുടെ നിർദ്ദേശപ്രകാരം തന്നെ പറഞ്ഞിട്ടാണെന്നും പറയുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഈ ഫണ്ട് പിരിവും ലക്കി ഡ്രോയും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വെറും തട്ടിപ്പ് പരിപാടികളുടെ ഭാഗമായിരുന്നു. മാത്രവുമല്ല, ചൂരൽമല ഫണ്ട് പിരിവിനുള്ള പണം താൻ അയച്ചു നൽകിയത് ഫെനിയുടെ അക്കൗണ്ടിലേക്കാണെന്നും പെൺകുട്ടി പറയുന്നു. അതായത് പാർട്ടി ഔദ്യോഗികമായി നടത്തിയ ഫണ്ട് പിരിവിന്റെ പൈസ കൊടുത്തത് മാങ്കൂട്ടത്തിന്റെ ഒരു ശിങ്കിടിയുടെ അക്കൗണ്ടിലേക്ക്. ഇങ്ങനെ എത്രയോ പേരിൽ നിന്ന് ഇതിന്റെ പേരിൽ പൈസ എങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും? വെറുതെയാണോ വീട് നിർമ്മാണം നടത്താത്തതും പിരിച്ച പൈസയുടെ കണക്ക് പോലും കാണിക്കാനില്ലാത്തതും? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഗർഭം കലക്കാനും കർണാടകയിൽ ദിവസങ്ങളോളം ഒളിച്ചു താമസിക്കാനും ഒക്കെ ചിലവഴിച്ചത് ഈ പണമല്ല എന്ന് ആര് കണ്ടു? മറുപടി പറയേണ്ടത് VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ്. ഇനി രാഹുലിനെതിരെയുള്ള പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് രണ്ടാമത്തെ ഗുരുതര പരാമർശം വരുന്നത്. അത് വടകരയിലെ ഫ്ളാറ്റിനെ പറ്റിയാണ്. തനിക്ക് വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും അങ്ങോട്ട് തന്നെ ക്ഷണിച്ചുവെന്നുമാണ് യുവതിയുടെ മൊഴി. മാങ്കൂട്ടത്തിൽ നമ്മുടെ അറിവിൽ ആകെയുള്ള ഒരു ഫ്ളാറ്റ് പാലക്കാടാണ്. പാലക്കാട് MLA ആകുമ്പോൾ അത് സ്വാഭാവികം. പക്ഷേ വടകരയിൽ ഇയാൾക്ക് ഫ്ളാറ്റ് ഉള്ളതായി നമ്മുടെ ആരുടെയും അറിവില്ല. ഇനി പറയുന്നത് പോലെ അവിടെ ഫ്ളാറ്റ് ഉണ്ടെങ്കിൽ അത് ആരുടെ ഫ്ളാറ്റ് എന്നത് സ്വാഭാവികമായും അന്വേഷിക്കണം. MLA-മാരും MP-മാരും സാധാരണ സ്വന്തം മണ്ഡലങ്ങളിലല്ലാതെ വല്ലവരുടെയും മണ്ഡലത്തിൽ പോയി ഫ്ളാറ്റ് എടുക്കാറില്ലല്ലോ. ഏതായാലും ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അത് മിക്കവാറും രാഹുലിന് അത്രയ്ക്ക് വിശ്വാസവും അടുപ്പവുമുള്ള ആരുടെയെങ്കിലും ഫ്ളാറ്റ് ആകാനാണ് സാധ്യത. അക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പിടിച്ചതിലും വലിയ പാമ്പാകുമോ അറയ്ക്കുള്ളിൽ?